ഹിന്ദിയിൽ സംബോധന. എങ്ങനെയാണ് ഹിന്ദിയിൽ സംബോധന ചെയ്യുന്നത്? എങ്ങനെയാണ് ഹിന്ദിയിൽ സംബോധന ചെയ്യുന്നത് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ മൊത്തമായും കാണാം. അച്ഛൻ, അമ്മ, മകൻ, മകൾ തുടങ്ങിയ വാക്കുകൾ. അച്ഛനു പിതാ, അമ്മയ്ക്കു മാ, മകനു ബേട്ട, മകൾക്കു ബേട്ടി. അച്ഛന് അമ്മയ്ക്ക് കോയാണ്. പിതാക്കോ മാക്കോ. ബേട്ടാക്കോ ബേട്ടിക്കോ. കോ ഉപയോഗിക്കാതെ കെ ലിയെ പറയുന്നവരുമുണ്ട്. കോ കെ ആക്കി പിന്നെ ലിയെ കെ ലിയെ. പിതാ के लिए, माँ के लिए, बेटा के लिए और बेटी के लिए. അച്ഛനു വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, മകനു വേണ്ടി, മകൾക്ക് വേണ്ടി എന്നൊക്കെയാണ്. ഇത് അച്ഛന് കൊടുക്കൂ, കൊടുക്കുന്നതിന് ദേ ദോ അല്ലെങ്കിൽ ദേ ദീജിയെ പറയാം. ദേ ദോ എന്നത് പിരിച്ചു പറയുന്നവരുമുണ്ട്. ദേ അല്ലെങ്കിൽ ദോ. പിതാക്കോ ദേ, അച്ഛന് കൊടുക്ക. മാതാക്കോ ദോ, അമ്മയ്ക്ക് കൊടുക്ക. പൊളൈറ്റായി പറയുമ്പോൾ ദീജിയെ, മാക്കോ ദീജിയെ അല്ലെങ്കിൽ പിതാക്കോ ദീജിയെ. പേരൻസിനെ ബഹുമാനിക്കുന്ന മക്കളാണെങ്കിൽ അവർ ജി ചേർത്താണ് പറയുന്നത്. പിതാജിക്കോ, മാതാജിക്കോ. പിതാജിക്കോ ദീജിയെ, മാതാജിക്കോ ദീജിയെ. മാതാജി ചുരുക്കത്തിൽ മാജി. ചില വെളച്ചിലുള്ളവന്മാരൊക്കെ ചിലപ്പോൾ അമ്മയ്ക്ക് മാതാറാം എന്ന് പറയും ബഹുമാനിക്കാതെ. അമ്മ പോകുന്നു, മാ ജാ രഹി ഹെ. അച്ഛൻ വരുന്നു, പിതാ ആ രഹാ ഹെ. അമ്മയ്ക്ക് വെള്ളം കൊടുക്ക. മാക്കോ പാനി ദോ. അച്ഛന് ചോറ് കൊടുക്ക. പിതാക്കോ ചാവൽ ദോ. ഇനി അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പറയുവാനായിട്ട് കോ മാറ്റി കാ, പിതാക്ക, മാക്ക. വേണമെങ്കിൽ മാക്കേലിയക്ക് പറയാം. മാക്കി. ഇവിടെ മുറി. മാക്ക കമര, അച്ഛൻ്റെ വീട്. പിതാക്ക ഘർ. ഇത് അച്ഛൻ്റെ പുസ്തകമാണ്. യഹ് പിതാക്ക കിതാബ് ഹെ. ഇത് അമ്മയുടെ പേനയാണ്. യഹ് മാക്ക കലം ഹെ. ഇനി നിന്ന് ചേർത്ത് പറഞ്ഞു നോക്കാം. അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്. നിന്ന്. കാ മാറ്റി സേ പറയണം. പിതാസേ, മാസേ. അച്ഛനോട് ചോദിക്കൂ. ചോദിച്ച മേടിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല വെറുതെ എന്തെങ്കിലും ചോദിക്കുന്നതിന് പൂച്ചോ എന്നും ചോദിച്ചു വാങ്ങുന്നതിന് മാങ്ങോ എന്നുമാണ്.